അതാ പടച്ചറബേ ഇസ്ലാമിന്റെ ഭരണം ഇങ്ങനെ ഏറ്റെടുത്തു കൊണ്ടിരിക്കുമ്പോ അവിടുന്ന് ഇസ്ലാമിന്റെ ഭരണാധികാരിയായി നിൽക്കുമ്പോ ഇസ്ലാമിക റിപ്പബ്ലിക്കിന്റെ ഖലീഫയായിട്ട് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു നിലകൊള്ളുമ്പോ അതാ പടച്ചറബേ ഒരു മനുഷ്യനെ കടന്നു വരികയാണ്. ഒരു മനുഷ്യൻ ഇങ്ങനെ കടന്നു വരികയാണ്. എന്നിട്ടതാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മുമ്പിൽ അതാ അവിടുന്ന് വല്ലാത്ത വാക്ക് തർക്കത്തിൽ ഏർപ്പെടുകയാണല്ലോ. എന്നിട്ട് അവിടുന്ന് പറയുകയാണ്, ഇത്തഖില്ലാഹ യാ അമീറൽ മുഅ്മിനീൻ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണേ അമീറുൽ മുഅ്മിനീൻ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണേ അമീറുൽ മുഅ്മിനീൻ. ഇതങ്ങ് പറയുമ്പോ പടച്ചറബേ ഭരണാധികാരിയോടാണല്ലോ അവിടുന്ന് ദേഷ്യപ്പെടുന്നത്. ഇത് കേട്ടുകൊണ്ട് ചുറ്റും നിൽക്കുന്ന സ്വഹാബത്തിന് വല്ലാത്ത ദേഷ്യമാവുകയാണ്. അതാ ചെറുപ്പക്കാരന്റെ നേർക്ക് എല്ലാവരും ഇങ്ങനെ അങ്ങോട്ട് അടുക്കുമ്പോ അതാ അവിടുന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, അവനെ ഒരാളും തൊടാൻ പാടില്ല, ആ ചെറുപ്പക്കാരൻ ആരും തന്നെ ഒന്നും ചെയ്യാൻ പാടില്ല. അദ്ദേഹം പറഞ്ഞ വാക്ക് എത്ര നല്ല വാക്കാ, എത്ര നല്ല വാക്കാ. ആ വാക്ക് പറഞ്ഞില്ല എങ്കിലോ നിങ്ങൾക്ക് എന്ത് ഗുണമാണ് നിങ്ങളുടെ ജീവിതത്തിനകത്തുള്ളത്? ആ വാക്ക് സ്വീകരിച്ചിട്ടില്ല എങ്കിലോ എന്റെ ജീവിതത്തിൽ എന്ത് ഗുണമാണ് ഉള്ളത് എന്നിവിടുന്ന് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്. പടച്ചറബേ ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അധികാരം കൊടുത്തപ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവേ 20ഓളം രാജ്യങ്ങൾ ഒറ്റക്ക് ഭരിച്ചിരുന്ന ഖലീഫയാണല്ലോ. ആ ഖലീഫയായ ഉമർ തങ്ങളാ പറയുന്നത് വിനയത്തിന്റെ ഏറ്റവും വലിയ നിറകുടമായി മാറിയല്ലോ. ഇന്നൊക്കെ നമ്മുടെ നാടുകളിലെ ഭരണാധികാരികളെ ഒന്ന് എടുത്തു നോക്കോ. നമ്മുടെ നാടുകളിലൊക്കെ കാണപ്പെടുന്ന ഭരണാധികാരികളുണ്ടല്ലോ, ഭരണാധികാരികളുടെ അവസ്ഥയൊന്ന് നോക്കണേ ഉമ്മ. ഒരു അധികാരം കിട്ടുമ്പോഴേക്കോ ഒരു പവർ ലഭിക്കുമ്പോഴേക്കോ പടച്ചറബേ അല്ലാഹുവേ തന്റെ അധീനതയിൽ എന്തെങ്കിലും ഒന്ന് വന്നതിന്റെ പേരിലോ അല്ലാഹുവേ സമൂഹത്തിന്റെ മുമ്പിൽ പറയുന്നതും കാട്ടുന്നതും നമ്മൾ കാണുമ്പോ എന്ത് വിഷമമാണെന്ന് നോക്കണേ എന്റെ പ്രിയമുള്ളവരെ. അതാ വിനയത്തിന്റെ ആളുരൂപമായിരുന്നല്ലോ ഇവരെല്ലാവരും. ജീവിതത്തിൽ വിനയം കൊണ്ട് നടന്നിരുന്ന ആളുകളാണല്ലോ. അതായിരുന്നു അവരുടെയൊക്കെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ വിജയമെന്ന് പറയുന്നത്. അതാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഇസ്ലാമിന്റെ ഖലീഫയായി നിലകൊള്ളുന്ന സമയത്താണ് പടച്ചറബേ തൊട്ട രാജ്യത്ത് നിന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനെ കാണാൻ വേണ്ടിയിട്ട് അവിടുത്തെ ഭരണാധികാരി ഇങ്ങനെ കടന്നു വരികയാണല്ലോ. ഒരുപാട് പാറാവുകാരുണ്ട്, ഒട്ടകങ്ങളുണ്ട്, കുതിരകളുണ്ട്, തന്റെ കൂടെ അംഗരക്ഷകരുണ്ട്. പടച്ചറബേ ഈ ഭരണാധികാരി കുതിരപ്പുറത്ത് ഇങ്ങനെ വരുമ്പോ ഒരു ചെറിയ ചെറ്റക്കുടിലിന്റെ മുമ്പിലതാ പടച്ചറബേ ഒരു മനുഷ്യൻ ഇങ്ങനെ മണൽ കൂന ഇങ്ങനെ തട്ടി വെച്ചിട്ടോ അതിങ്ങനെ പൊങ്ങിച്ച് വെച്ചിട്ടോ ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ കിടന്നുറങ്ങുകയാ. പടച്ചറബേ ഈ ഭരണാധികാരിയുടെ പാറാവുകാരന് ആ മനുഷ്യന്റെ കാലിൽ ഇങ്ങനെ തട്ടിക്കൊണ്ട് പറയുകയാ, എവിടെയാണ് അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബിന്റെ വീട് എവിടെയാണ്? അദ്ദേഹത്തിന്റെ കൊട്ടാരം എവിടെയാ? ഞങ്ങൾക്കൊന്ന് കാണിച്ചു തരുമോ എന്ന് ചോദിക്കുമ്പോ അവിടുന്ന് ചോദിക്കുകയാണ്, നിങ്ങളാരാ? അവിടുന്ന് പറയുന്നു, ഞങ്ങൾ അയൽപക്കത്തെ രാജാവാ, നിങ്ങൾ അയൽപക്കത്തെ ഭരണാധികാരിയാണെന്ന് പറയുമ്പോൾ പടച്ചറബേ അല്ലാഹുവേ അവിടുന്ന് പറയുകയാണ്, ഞാൻ തന്നെയാണ് അമീറുൽ മുഅ്മിനീൻ, ഉമർ ഇബ്നുൽ ഖത്താബ് എന്ന് പറയുമ്പോ എന്റെ പ്രിയമുള്ളവരെ തന്നെ കാണാൻ വേണ്ടി കടന്നു വന്ന ഭരണാധികാരി ഉണ്ടല്ലോ,
തന്നെ കാണാൻ വേണ്ടി കടന്നു വന്ന ഭരണാധികാരി അവിടെ നിന്ന് അത്ഭുതപ്പെട്ടു പോവുകയാ. അവിടെ നിന്ന് വല്ലാതെ തരിച്ചു പോവുകയാണല്ലോ. എന്റെ പ്രിയമുള്ളവരെ ഒന്ന് ആലോചിച്ചു നോക്കോ, ഒന്ന് ചിന്തിച്ചു നോക്കേ എന്റെ പ്രിയപ്പെട്ട ഉമ്മ, ഒന്ന് ചിന്തിച്ചു നോക്കണേ എന്റെ പ്രിയപ്പെട്ട ഉമ്മ. അല്ലാഹുവേ അവിടെ നിന്നുണ്ടല്ലോ ഇസ്ലാമിന്റെ ഭരണാധികാരിയാണ്. പടച്ചുറപ്പേ തന്നെ കാണാൻ വന്നതും ഭരണാധികാരിയാണ്. അല്ലാഹുവേ അവിടെ ആഡംബരങ്ങളും അവിടെ വാഹനങ്ങളും അവിടെ കൂടെയുള്ള ആളുകളെയും പടച്ചുറപ്പേ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹു നോക്കുമ്പോ അല്ലാഹുവേ അവിടെ നിന്ന് വല്ലാതെ അത്ഭുതപ്പെടുകയാണല്ലോ. ഇതാണോ ഒരു രാജ്യം ഭരിക്കുന്ന 20ഓളം രാജ്യം ഭരിക്കുന്ന രാജാവ് ഇദ്ദേഹമാണോ എന്നവിടെ നിന്ന് ചിന്തിച്ചുകൊണ്ടവർ വല്ലാതെ അത്ഭുതപ്പെടുകയാണല്ലോ. ഇതാണ് ഉമ്മ ഭരണാധികാരികള്, ഇതാണ് ഭരണാധികാരികള്. ആ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു തന്നെയാ. അവിടെ നിന്ന് എപ്പോഴും പറയുമല്ലോ, അവിടെ നിന്ന് എപ്പോഴും പറയുമല്ലോ, അഹബ്ബുന്നാസി ഇലയ്യ മൻ റഫഅ ഇലയ്യ ഉയൂബി. എന്റെ ജീവിതത്തിൽ കടന്നു വന്ന എന്റെ ന്യൂനതകളുണ്ടല്ലോ, ആ ന്യൂനതകൾ നിങ്ങൾ എന്റെ അടുത്ത് വന്നിട്ട് പറയണേ. എന്റെ ഭരണത്തിൽ എന്തെങ്കിലും ന്യൂനതകളുണ്ടെങ്കിലോ, എന്റെ സംസാരത്തിൽ എന്തെങ്കിലും ന്യൂനതകളുണ്ടെങ്കിലോ, എന്റെ ജീവിതത്തിൽ എന്തെങ്കിലും ന്യൂനതകളുണ്ടെങ്കിലോ നിങ്ങൾ എന്റെ അടുത്ത് വന്നിട്ട് കാര്യം നിങ്ങൾ പറയണേ എന്നോ അതാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുകയാ. എന്റെ പ്രിയമുള്ളവരെ, ഇതായിരുന്നു ഭരണാധികാരി എന്ന് പറഞ്ഞാൽ ഇതാണ് വിനയത്തിന്റെ ഭരണാധികാരിയുടെ രൂപമെന്ന് പറയുന്നത്. ഇങ്ങനെ ഭരണം നടത്താൻ ഇന്ന് നമ്മുടെ രാജ്യത്ത് ആർക്കാണ് എന്റെ പ്രിയമുള്ളവരെ കഴിയുക? ഇന്ന് നമ്മുടെ രാജ്യത്ത് ആർക്കാണ് കഴിയുക? അല്ലാഹുവേ നീ ഞങ്ങൾക്ക് ബോധം നൽകണേ അല്ലാഹ്. ഇതൊരു ഭരണാധികാരിയുടെ കാര്യങ്ങൾ മാത്രമല്ലല്ലോ, ഇതൊരു ഭരണാധികാരിയുടെ ജീവിതത്തിൽ വേണ്ട കാര്യങ്ങൾ മാത്രമല്ലോ. നമ്മുടെ ഭാര്യയുടെ മുമ്പില്, നമ്മുടെ മക്കളുടെ മുമ്പില്, നമ്മുടെ ഉമ്മാന്റെ മുമ്പില്, നമ്മുടെ വാപ്പാന്റെ മുമ്പില്, നമ്മുടെ അയൽവാസികളുടെ മുമ്പില്, നമ്മുടെ കൂടപ്പിറപ്പുകളുടെ മുമ്പില് വിനയത്തോട് കൂടിയിട്ട് നിനക്ക് നിൽക്കാൻ കഴിയണം എന്റെ പ്രിയമുള്ളവരെ. അവിടെയാണ് നമ്മുടെ വിജയമെന്ന് പറയുന്നത്, അവിടെയാണ് നമ്മുടെ ഏറ്റവും വലിയ വിജയമെന്ന് പറയുന്നത്. എപ്പോഴും ഞാൻ മുകളിൽ നിൽക്കണം, എപ്പോഴും ഞാൻ വലിയ ആളായിട്ട് കാണണം. പടച്ചുറപ്പേ എന്ന് ചിന്തിച്ചുകൊണ്ട് നടക്കുന്നവനെ, അത് നിന്റെ വിജയത്തിന്റെ മാർഗമല്ലല്ലോ, അത് നിനക്ക് വിജയിക്കാനുള്ള വഴിയല്ലോ, അതിലൂടെ നിനക്ക് വിജയിക്കാൻ കഴിയുന്നതല്ലല്ലോ. നിന്നെ പരാജയത്തിലേക്ക് എത്തിക്കുന്ന ഏറ്റവും വലിയ വഴിയാണത്. അതിന്റെ പേര് അഹങ്കാരമാ, അതിന്റെ പേര് അഹങ്കാരമാണല്ലോ. ഈ സ്വഭാവം നിന്റെ ജീവിതത്തിൽ നീ കൊണ്ടു നടന്നാൽ എല്ലായിടത്തും എനിക്ക് വലിയവനാകണല്ലോ, എല്ലാവരുടെ മുമ്പിലും എനിക്ക് എത്തണമല്ലോ എന്നുള്ള ചിന്ത നമ്മുടെ ഹൃദയത്തിനകത്ത് കൊണ്ടു നടന്ന ഈ സ്വഭാവം നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മൾ കൊണ്ടു നടന്ന നമ്മുടെ ജീവിതത്തിൽ വലിയ പരാജയം നമ്മൾ നേരിടേണ്ടി വരുമല്ലോ. വിനയമുള്ളവനായിട്ട് നീ മാറിക്കഴിഞ്ഞ നിന്റെ ഹൃദയത്തിനകത്ത് പടച്ചറപ്പേ ഏറ്റവും കൂടുതൽ വിനയമുള്ളവനായിട്ട് നീ മാറിയ അല്ലാഹ് നിന്നെ ഉയർത്തുമല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്നെ ഉയർത്തുമല്ലോ. അല്ലാഹുവേ പടച്ചറപ്പിന്റെ പരലോകത്ത് നമുക്ക് വലിയ സ്ഥാനമാ. മാത്രമല്ല ദുനിയാവിലൂടെ കടന്നു പോകുന്ന നമ്മളെ നോക്കിക്കൊണ്ട് അല്ലാഹുവിന്റെ വാനലോകത്തുള്ള മലക്കുകളുണ്ടല്ലോ, അല്ലാഹുവിന്റെ മാലാഖമാരുണ്ടല്ലോ, അവരെ നോക്കിക്കൊണ്ട് നമ്മളെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നന്മ പറയുകയാണല്ലോ. ആ മാലാഖമാരുടെ പ്രത്യേകമായിട്ടുള്ള പ്രാർത്ഥന ലഭിക്കുകയാണല്ലോ. നമ്മൾ താകും തോറുമുണ്ടല്ലോ, ഒരിക്കൽ
ഒരിക്കലും തന്നെ പടച്ചുറപ്പേ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നഷ്ടം വരൂല. ആരുടെ മുമ്പിൽ നമ്മൾ പതറാതെ നിന്നാ, ഈമാൻ കൈവിടാതെ നിന്നാ, വിനയത്തോടെ നിന്നാ, തഖ്വയുള്ളവരായിട്ട് മാറിയാലോ നാളെ പടച്ച തമ്പുരാന്റെ മുമ്പിൽ നമുക്ക് വിജയിക്കാൻ കഴിയുമല്ലോ. മാത്രമല്ല ഈ ദുനിയാവിന്റെ തുടിപ്പുകളില് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വലിയ സ്ഥാനമാനങ്ങൾ തരുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് തരട്ടെ. എന്റെ പ്രിയമുള്ളവരെ, മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹു